നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മലയാളത്തിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇനി അത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് വൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് 30 മിനിറ്റ്സ് ചാർട്ടാണ്. 30 മിനിറ്റ്സ് ചാർട്ടിൽ ലാസ്റ്റ് വീക്കിൽ ഫ്രൈഡേയിൽ ഞാൻ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മെൻഷൻ ചെയ്തിരുന്നു. അതിൻ്റെ പ്രകാരമാണ് നിഫ്റ്റി താഴോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് പൊട്ടി. പിന്നെ അതിനുശേഷം ഇതായിരുന്നു മോസ്റ്റ് സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നത്, 23,804 ആയിരുന്നു. അതിനുശേഷം ഒരു ഡീപ്പ് ഫാളാണ്. ഇവിടെ ലൈവ് മാർക്കറ്റിൽ ഞാനൊരു 23,715 ഒരു സപ്പോർട്ട് പറഞ്ഞിരുന്നു. അവിടുന്ന് അത് കയറിപ്പോയി. പിന്നെ അതിനുശേഷം ഇതൊരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ബിക്കോസ് ഓഫ് ഈ ഒരു പാറ്റേൺ ബേസ്ഡ് നോക്കുമ്പോൾ നമുക്ക് 23,875 ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാക്സിമം ഇതായിരുന്നു ഒരു സപ്പോർട്ട്. ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബൗൺസ് ബാക്ക് ചെയ്ത ഒരു നിഫ്റ്റി നമുക്ക് ഈ ഒരു എന്താണ് പറയേണ്ടത്, ഈ ഒരു റേഞ്ചിൽ ബൗൺസ് ബാക്ക് ചെയ്തു. അവിടുന്ന് ഒരു സെല്ലായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് നോക്കാം, ഇതൊരു ഡീപ്പ് ഫാളായിരുന്നു വന്നത്. റീബാലൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ ട്രെൻഡ് വൈസ് ഓൾറെഡി പാറ്റേൺ വൈസും നമുക്ക് ഈ ഒരു ബിയറിഷ് സിഗ്നലാണ് തന്നിരിക്കുന്നത്. അതേമാതിരി തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പാറ്റേൺ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഇതൊരു W പാറ്റേൺ മോഡൽ വന്നിട്ട് ഇവിടെ ഒരു വെഡ്ജ് വന്നിരുന്നു. അവിടുന്ന് ബ്രേക്ക് ഔട്ടായിട്ട് മുകളിലോട്ട് പോയി. ഇവിടെ ഒരു കട്ട് ചെയ്തു നേരെ ഡീപ്പ് ഫാളായിരുന്നു. ഈ ഒരു പാറ്റേൺ ഇവിടെയും ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഒരു W പാറ്റേൺ ഈ മോഡൽ വന്ന് ഇവിടെ ഒരു കട്ടിങ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹൈപ്പ് നടന്നു. പക്ഷെങ്കിൽ ഇത് നേരെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇത് ഇപ്പോഴും കിടക്കുന്ന ഈ ഒരു സപ്പോർട്ട് 23,482-84 റേഞ്ചാണ് ഇപ്പോൾ കിടക്കുന്ന ഒരു സപ്പോർട്ട്. അതുകൂടാതെ 513 റേഞ്ചിൽ ഒരു സപ്പോർട്ടുണ്ട്. ആക്ച്വലി ഈ 513യുടെ താഴെ പോവുകയാണെങ്കിൽ 510ൻ്റെ താഴെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ആണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ കാണാൻ പറ്റുക. അതേപോലെ തന്നെ 23,480യുടെ താഴെ നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിയറിഷ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഫാൾ കണ്ടിന്യൂ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിന് നമുക്ക് ഞാൻ കാണുന്ന അടുത്ത സപ്പോർട്ട് അല്ലെങ്കിൽ അടുത്ത ടാർഗറ്റ് 23,405 ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ അതൊരു ചെറിയൊരു സപ്പോർട്ട് മാത്രമാണ്. 23,320 അതിൻ്റെ പ്രയാണം. അപ്പോൾ അത് അവിടെയുള്ള ഈ ഒരു സപ്പോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അത് പൊട്ടുകയാണെങ്കിൽ നേരെ ഈ പ്രീവിയസ് ഈ ഒരു വെഡ്ജിൻ്റെ ഫാള് മാതിരി ഇവിടെ എന്താണ് ഈ ഒരു W പാറ്റേൺ വെഡ്ജ് ഹൈപ്പ് ചെയ്തു കണ്ടിന്യൂസ്ലി ഡീപ്പ് ഫാള്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ 23,320 സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ നേരെ ഇത് വരിക 23,000. കുറച്ച് ടൈം എടുക്കുകയാണെങ്കിലും 23,057 റേഞ്ചിലൊക്കെയാണ് അത് വരാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു 23,482 റേഞ്ച് 80 റേഞ്ച് വെരി ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു ഡു ഓർ ഡൈ ലെവലിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അപ്സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഡിമാൻഡ് ഒരു റെസിസ്റ്റൻസ് ഒരു 23,580 ആണ്. ആ ബൗൺസ് നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ഒരു 2 മിനിറ്റ്സിലുള്ളൊരു ബൗൺസാണ് ആ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ കാണുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് 23,635 ഒരു 35-40 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പോകും 23,710 715 പോകും. പിന്നെ നേരെ ഇവിടെ ഇത് ഒരു ക്രൂഷ്യൽ വെരി സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആയിരിക്കും 23,820 റേഞ്ച്. അതിൻ്റെ എബോവ് പോവുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടി നല്ല പോസിറ്റീവായിട്ട് ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. ഒരു 894 to 24,040 റേഞ്ച്. ഇപ്പോഴുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ബോട്ടം മീൻസ് ഒരു ഓവർ സോൾഡ് എന്നൊക്കെ പറയാം. ഒരു സ്മോൾ ടൈം ഫ്രെയിമിലാണ്, വെരി സ്മോൾ ടൈം ഫ്രെയിമിൽ മിക്കവാറും മാർക്കറ്റ് അങ്ങനെയാണ് കാണിക്കുന്ന. ഒരു ലോവർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബൗൺസ് ബാക്ക് കാണിക്കാറുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് വൈസ് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഗ്ലോബലി ഒരു നെഗറ്റീവ് ന്യൂസ്, ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് അത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് 23,470 or 480ൻ്റെ താഴെയുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
വലിയൊരു ഫാള് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവൽ വെച്ച് നിങ്ങൾക്ക് മൺഡേയും ട്യൂസ്ഡേയും ഒരു 2-3 ദിവസത്തേക്കുള്ള ട്രേഡൊക്കെ ഈ ഒരു ലെവൽ വെച്ച് എടുക്കാൻ പറ്റും. ചെറിയ ജസ്റ്റ് ഒരു സ്മോൾ ഡിഫറൻസ് മാത്രമേ ഇതിലുണ്ടാവൂ. ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരു 1 ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ 23,480 എന്നുള്ളത് ഒരു 490 അല്ലെങ്കിൽ 500 റേഞ്ചൊക്കെ ആകും, ഡിപ്പെൻഡ് ഓൺ ദി മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു ഏകദേശം രൂപം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ബാങ്ക് നിഫ്റ്റി ലെവലിലോട്ടൊന്ന് പോയി നോക്കാം. ഈ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ ക്ലിയറായി മെൻഷൻ ചെയ്തിരുന്നു ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെങ്കിൽ അത് അവിടെ ഒരു ബിഗ് റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെയുള്ള 5 മിനിറ്റ്സ് ക്യാൻഡിലോ ഒരു 30 മിനിറ്റ്സ് ക്യാൻഡിലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1, 2, 3 ക്യാൻഡിൽസൊക്കെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ അനുഭവിച്ചിരുന്നു. അതിന് ശേഷമുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,740 ആണ്. അതിനുശേഷം ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു, 54,640 റേഞ്ച്. അവിടുന്ന് കാണാം അതിന് നേരെ താഴെ നമുക്ക് വരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. അവിടെ ടച്ച് ചെയ്തിട്ട് ഏകദേശം 54,420, 30 ടച്ച് ചെയ്തിട്ട് ഇത് ബൗൺസ് ബാക്ക് ചെയ്തു. എന്നിട്ട് 54,650 വരെ പോയി, 660 വരെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഫാളായിരുന്നു ഈ കണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റിലുള്ളൊരു സപ്പോർട്ട് 54,120 റേഞ്ച് വെച്ചിട്ട് 114 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. 54,116 ആണ് ഫ്രൈഡേ ലോ. അപ്പോൾ ഇതൊക്കെ ട്രെൻഡ് ലൈന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഈ 54,110 താഴോട്ടൊക്കെ നിഫ്റ്റി പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ നമുക്ക് 53,790 ഒരു 800 ഒക്കെ പ്രതീക്ഷിക്കാം. അതിനുശേഷം ഇതൊരു ഡീപ്പ് ഫാളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷമുള്ളൊരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് 53,320 മുതൽ 53,130 മുതൽ 52,840, 850 വരെയൊക്കെയാണ് കാണുന്നത്. മോസ്റ്റ്ലി ഇത് ഒരു ഹോൾഡ് ചെയ്യേണ്ടതാണ്. 53,790 മുതൽ 800 റേഞ്ചൊക്കെ നല്ലപോലെ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റ് ബിയറിഷ്നെസ്സിൽ കൂടുതലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ഇനി കൂടുതൽ മലയാളം വീഡിയോസൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എൻ്റെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വാച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ആക്യുറസി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. സോ ദെൻ ഐ എം ക്ലോസിങ് ടുഡേ. അപ്പം നമുക്ക് മൺഡേ കാണാം. ഹോപ്പ്ഫുള്ളി ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് എടുത്തിട്ട് ഒരു പി എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. സി യു ദെൻ, ബൈ.